സംഭവിച്ചതെന്ന് വെച്ചാൽ ഗോചരാവസ്ഥയിൽ ഗുരുവിലേക്ക് ആര് വരുന്നു? രാഹു വരുന്ന ഒരവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. രാഹു ഗുരുവിലേക്ക് വരുന്ന ഒരവസ്ഥ, അതായത് ജന്മഗുരുവിലേക്ക് രാഹു വരുന്നു അദ്ദേഹത്തിന്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു എന്ന് പറയുന്നത് ത്വക്ക് രോഗം ഉണ്ടാക്കാവുന്ന ആളാണ്. ഗുരു എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ ജീവൻ, അതായത് ഗുരുനാടി അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവനാണ്, നമ്മളാണ്. ഇത് എവിടെയാണെന്ന് ഇപ്പം ഞാൻ ഈ മകരൻ രാശിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മകരത്തിൽ നിൽക്കുകയാണ് അവൻ. അപ്പോൾ നാച്ചുറലായിട്ട് മകരം എന്ന് പറയുമ്പോൾ നമ്മൾ പരിഹാരം എടുക്കുമ്പം മകരത്തിൽ നമ്മൾ ശനി ഭഗവാനെയാണ് കൂടുതൽ നമ്മൾ ഈ പരിഹാരത്തിനായിട്ട് എടുക്കുന്നത്. ശനി ഭഗവാനെയാണ് പരിഹാരം, കാരണം അദ്ദേഹമാണല്ലോ മകരൻ രാശിയുടെ അധിപൻ എന്നുള്ളത്. ആ കൺസെപ്റ്റിൽ നോക്കിയപ്പം ശിവൻ. അപ്പോൾ എന്താ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നോക്കിയാട്ടെ, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ജീർണിച്ച അവസ്ഥയിലുള്ള ശിവക്ഷേത്രം, അത് പലയിടത്തും ഉണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചോളം നിറയെ ശിവക്ഷേത്രങ്ങൾ ജീർണിച്ച അവസ്ഥയിൽ ഇപ്പോഴും ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ടെന്ന് വെച്ചോളുക. അതൊന്ന് പുനരുദ്ധരിക്കാൻ സഹായിക്കുമോ? ഒന്ന് നോക്കിയാട്ടെ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിലെ പ്ലാസ്റ്ററിങ് ഉണ്ടല്ലോ, അതായത് വെളിയിലുള്ള പെയിൻറ്റിങ് എന്ന് പറയില്ലേ, ആ പെയിൻറ്റിങ് നിങ്ങളൊന്ന് എടുത്ത് ചെയ്താട്ടെ. കാരണം പണമുണ്ട്, പൈസയ്ക്ക് യാതൊരു കുറവുള്ള പാർട്ടിയല്ല. ഒന്ന് നോക്കിയാട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, അദ്ദേഹം അത് ചെയ്തെന്ന് പറയുന്ന ചെയ്ത ശേഷം ഇദ്ദേഹം വീണ്ടും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് മധുര ഹോസ്പിറ്റലിലുള്ള ഒരു പുതിയ ഡോക്ടർ, അത് സ്ഥലം മാറി വന്നാണെന്ന് തോന്നുന്നു, പുതിയ ഡോക്ടറാണ്. അദ്ദേഹത്തിനെ പോയി കണ്ട് അത് വളരെ ചെറിയ രീതിയിലുള്ള ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അതായത് ചിലവ് കുറഞ്ഞ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. നോക്കണം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 3-4 മാസം കഴിച്ചപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ അസുഖം മാറാൻ തുടങ്ങി. അപ്പം ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നിൻ്റെ പ്രകൃതമോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കഴിവോ മാത്രമല്ല ഇവിടെയുള്ളത്. അതായത് നമ്മളൊരു പരിഹാരം ചെയ്യുമ്പോൾ സൊല്യൂഷൻസ് വന്ന് ദൈവം നേരെ കൊണ്ടൊന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് അനുസരിച്ച് ആ പരിഹാരത്തിനൊരു സൊല്യൂഷൻ തരാൻ പറ്റിയ വ്യക്തിയെ നമുക്ക്, അല്ലെങ്കിൽ പറ്റിയ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ഇതാണ് പരിഹാരങ്ങളുടെ പൊതുവെയുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അപ്പം നമുക്കറിയാം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ്, തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്, അവിട്ടം നക്ഷത്രത്തിൻ്റെ ചൊവ്വയാണ്. നമുക്ക് പുണർന്ന നക്ഷത്രത്തിലാണ് ഇപ്പം ഗുരു ഇരിക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എടുക്കണ്ടേ ഇത് DNA എന്നുള്ളത്. അതായത് DNA എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്